ഇന്ത്യയുടെ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിലെ രണ്ടാം ടെസ്റ്റിൽ വിജയിച്ച് ഇന്ത്യ പരമ്പര സമനിലയിൽ അവസാനിപ്പിച്ചിരുന്നു. കേപ്പ് ടൗണിലെ ന്യൂലാൻഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ 7 വിക്കറ്റിനാണ് ഇന്ത്യ വിജയിച്ചു കയറിയത്. സൗത്ത് ആഫ്രിക്ക ഉയർത്തിയ 79 റൺസിന്റെ വിജയ ലക്ഷ്യം 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിയാണ് ഇന്ത്യ പരമ്പര തോൽക്കാതെ രക്ഷപ്പെട്ടത്. ഈ വിജയത്തിന് പിന്നാലെ ഒരു ഐതിഹാസിക നേട്ടമാണ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുടെ പേരിൽ കുറിക്കപ്പെട്ടത്. കേപ്പ് ടൗണിൽ ടെസ്റ്റ് മത്സരം വിജയിക്കുന്ന ആദ്യ ഏഷ്യൻ ക്യാപ്റ്റൻ എന്ന റെക്കോർഡാണ് രോഹിത് തന്റെ പേരിൽ കുറിച്ചത്. പല ഇതിഹാസ താരങ്ങൾക്കും നേടാൻ സാധിക്കാതെ പോയ അത്യപൂർവ നേട്ടമാണ് രോഹിത് ശർമ്മ തന്റെ പേരിന് നേരെ എഴുതി ചേർത്തത്. മുഹമ്മദ് അസറുദ്ദീൻ, സച്ചിൻ ടെണ്ടുൽക്കർ, അർജുന രണതുംഗ, സനത് ജയസൂര്യ, വഖാർ യൂനിസ്, രാഹുൽ ദ്രാവിഡ്, ഇൻസമാം ഉൽ ഹഖ്, MS ധോണി, തിലകരത്ന ദിൽഷൻ, മിസ്ബാ ഉൽ ഹഖ്, ഏഞ്ചലോ മാത്യൂസ്, വിരാട് കോഹ്ലി, സർഫറാസ് അഹമ്മദ് തുടങ്ങി വലുതും ചെറുതുമായ ഒരുപാട് പേരുകൾ ശ്രമിച്ചു പരാജയപ്പെട്ട ബാലികേറ മലയാണ് രോഹിത് ഇന്ന് കീഴടക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ മറ്റൊരു റെക്കോർഡും രോഹിത് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയുടെ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിൽ പരമ്പര സമനിലയിൽ അവസാനിപ്പിച്ച രണ്ടാമത് മാത്രം ഇന്ത്യൻ നായകൻ എന്ന നേട്ടമാണ് രോഹിത് സ്വന്തമാക്കിയത്. ഇതിനു മുമ്പ് MS ധോണി മാത്രമാണ് ഈ നേട്ടത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. 2010-11 വർഷത്തെ പര്യടനത്തിലാണ് ധോണി സൗത്ത് ആഫ്രിക്കയിൽ ടെസ്റ്റ് പരമ്പര തോൽക്കാതെ പിടിച്ചു നിന്നത്. 3 ടെസ്റ്റുകൾ അടങ്ങിയ പരമ്പര 1-1 സമനിലയിൽ പിരിഞ്ഞത്. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക 25 റൺസിന് വിജയിച്ചപ്പോൾ രണ്ടാം ടെസ്റ്റ് 87 റൺസിനാണ് ഇന്ത്യ പിടിച്ചടക്കിയത്. മൂന്നാം ടെസ്റ്റ് സമനിലയിലും അവസാനിച്ചതോടെ പരമ്പരയും സമനിലയിൽ കലാശിച്ചു. ഇപ്പോൾ നടന്ന പരമ്പരയ്ക്ക് മുമ്പ് 8 തവണയാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയിൽ പര്യടനം നടത്തിയത്. ഇതിൽ 7 തവണ പരാജയപ്പെടുകയും ഒരു പരമ്പര സമനിലയിൽ അവസാനിക്കുകയുമായിരുന്നു. അതേസമയം കേപ്പ് ടൗൺ ടെസ്റ്റിന്റെ രണ്ടാം ദിവസം അധികം വൈകാതെ തന്നെ ഇന്ത്യ വിജയം പിടിച്ചടക്കിയിരുന്നു. മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ സൗത്ത് ആഫ്രിക്കയെ 55 റൺസിന് എറിഞ്ഞിട്ട് ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ 176 റൺസിനും സൗത്ത് ആഫ്രിക്കയെ പുറത്താക്കിയിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ മുഹമ്മദ് സിറാജിന്റെ 6 വിക്കറ്റ് നേട്ടമാണ് ഇന്ത്യക്ക് തുണയായതെങ്കിൽ രണ്ടാം ഇന്നിംഗ്സിൽ ബുംറയാണ് പ്രോട്ടിയാസ് വിക്കറ്റുകൾ പിഴുതെറിഞ്ഞത്. 6 വിക്കറ്റുകൾ വീഴ്ത്തിയ ജസ്പ്രീത് ബുംറ കരിയറിലെ 9ാം ഫൈഫർ നേട്ടവും ആഘോഷമാക്കിയിരുന്നു. പരമ്പര സമനിലയിൽ അവസാനിപ്പിച്ചെങ്കിലും സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ ഒരു ടെസ്റ്റ് പരമ്പര വിജയം എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്നും ഒരു നോവായി അവശേഷിക്കുകയാണ്. 1992 മുതലുള്ള ഇന്ത്യയുടെ കാത്തിരിപ്പ് 3 പതിറ്റാണ്ടുകൾക്കിപ്പുറവും കാത്തിരിപ്പ് മാത്രമായി അവശേഷിക്കുകയാണ്. അടുത്ത പര്യടനത്തിൽ ഇന്ത്യ വിജയം കുറിക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.